പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. Fujifilm Instax Mini 9 ക്യാമറയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ വീഡിയോ ആണ്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വാല്യൂ പാക്ക് ആണ്. ക്യാമറ കൂടാതെ ഇതിനകത്ത് ഫോട്ടോ പാക്സ്, വാഷി ടേപ്പ്, ഫോട്ടോ സ്റ്റാൻഡ്, ഇൻസ്റ്റാക്സ് മിനി ഫിലിം, ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട്, ഫോട്ടോ ആൽബം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാമല്ലേ? ആർ യു എക്സൈറ്റഡ്? ഓക്കെ, കം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇത് ക്യാമറ, Instax Mini film and instant, washi tape ഒരു 3 ഉണ്ട്, ഇൻസ്റ്റന്റ് ഫോട്ടോ ബ്ലോക്ക്, ഇതിനകത്ത് ഫോട്ടോസ് നമുക്ക് വെക്കാൻ പറ്റും, ആൻഡ് പെക്സ് കുറേ ഉണ്ട്. പെക്സ് നമുക്ക് ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും ഇതുപോലെ. പിന്നെ ബാഗ്, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബാഗിനകത്ത് നമുക്ക് ഇവിടെ ക്യാരിയൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പം. പിന്നെ ഫോട്ടോ ആൽബം, നല്ലൊരു കേസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അൺബോക്സിങ്. ക്യാമറയിലോട്ട് പോകും. Fujifilm Instax Mini 9 ഇൻസ്റ്റൻറ്റ് ക്യാമറ. ഈ പാക്കേജിനകത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ക്യാമറ, Instax Mini 9, ഹാൻഡ് സ്ട്രാപ്പ്, ക്ലോസപ്പ് ലെൻസ് അറ്റാച്ച്ഡ് ആണ്, ഒരു സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ഒരു AA ബാറ്ററി, ഇൻസ്ട്രക്ഷൻസ് മാനുവൽ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഏതാ കളർ? എന്ത് പിങ്കാ? ഫ്ലെമിംഗോ പിങ്ക്. ഇതാണ് ക്യാമറ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിലിം ഇതിനകത്താണ് വരുന്നില്ല. പിന്നെ ബാറ്ററി എല്ലാം. ഇൻസ്ട്രക്ഷൻസ്, സ്റ്റിക്കേഴ്സ്, ഒരു ലെൻസ് അറ്റാച്ച്ഡ് ആണ്, ഒരു സ്ട്രാപ്പ് ഉണ്ട്, ബാറ്ററി. അപ്പോൾ നമുക്ക് ഫോട്ടോ ട്രൈ ചെയ്യാം. ഓക്കെ, എക്സൈറ്റഡ്? അപ്പോൾ നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ലേഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ടിൽ ലെൻസ് ഉണ്ട്, ഒരു ചെറിയൊരു മിറർ ഉണ്ട് സെൽഫി എടുക്കുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫ്ലാഷ് ഉണ്ട്, ഷട്ടർ ബട്ടൺ, പവർ ബട്ടൺ. ആ 2 ഹോൾസ് ലൈറ്റ് സെൻസേഴ്സാണ്. സൈഡിൽ കാണുന്ന 2 ഹോൾസിലാണ് സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഇത് ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ്. 2 AA ബാറ്ററീസാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇനി ബാക്ക് സൈഡിൽ വ്യൂ ഫൈൻഡർ ഉണ്ട്. അവിടെ നമ്പേഴ്സ് കാണാം. S എന്നാണ് ഇപ്പോൾ അതിലുള്ള, ക്ലിയർ ആണോ എന്ന് അറിയില്ല. ബട്ട് നമ്മളതിൽ കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം അത് റീസെറ്റ് ആയിട്ട് 10ലേക്ക് പോകും. ഈ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഫിലിം കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ സൈഡിലും അതുപോലെ തന്നെ 2 ഹോൾസ് ഉണ്ട്, സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സൗകര്യം അനുസരിച്ച് നമുക്ക് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഈ കാണുന്ന ഹോൾ വഴിയാണ് നമ്മളെടുത്ത ഫോട്ടോ ഇജക്റ്റായിട്ട് പുറത്ത് വരുന്നത്. സോ മൊത്തത്തിലൊരു റെട്രോ ലുക്കാണ് അല്ലേ. നമുക്കിനി ക്യാമറ സെറ്റപ്പ് ചെയ്യാം. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. 2 AA ബാറ്ററീസാണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും ഇൻസേർട്ട് ആവുക. അതിൻ്റെ അകത്ത് ഫോട്ടോസ് ഉണ്ട്. സോ അത് നോക്കിയിട്ട് ലോഡ് ചെയ്താൽ മതി. ഇനി ബാക്കിൽ ലൈക്ക് എ സെഡ് വ്യൂ ഫൈൻഡർ, ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ ആദ്യം S എന്നായിരിക്കും. ഇനി നമ്മൾ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫിലിം ഇൻസേർട്ട് ചെയ്യാം. ഫിലിം യൂഷ്വലി ഇങ്ങനെ പാക്കേജിങ്ങിലാണ് വരിക. 10s അല്ലെങ്കിൽ 20s പാക്കേജിങ് ആയിരിക്കും. പക്ഷേ ഒരു പാക്കേജിൽ എപ്പോഴും 10 ഉണ്ടാവുള്ളൂ. ഇതുപോലൊരു അലൂമിനിയം പാക്കേജിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട് പാക്കേജിങ്ങിൻ്റെ മേലെ. നമുക്കിനി പാക്ക് ഓപ്പൺ ചെയ്യാം.
പാക്ക് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലൊരു ബ്ലാക്ക് ബോക്സാണ് കാണുന്നത്. അവിടെ തൊടാൻ പാടില്ല എന്നൊരു വിരലിൻ്റെ ഒരു അടയാളം കാണാം. അപ്പം അവിടെ തൊടാതെ ശ്രദ്ധിക്കുക. ഒരു യെല്ലോ മാർക്കിംഗ് ആണ്. ഇനി ഈ യെല്ലോ മാർക്കിംഗ് ക്യാമറ ബോഡിയിലും ഇതുപോലൊരു യെല്ലോ മാർക്കിംഗ് ഉണ്ട്. അത് കണ്ടില്ലേ? ഈ 2 യെല്ലോ മാർക്കിങ്സ് അലൈൻ ആവണം നമ്മൾ ലോഡ് ചെയ്യുമ്പം. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കണ്ടോ? ഇത് രണ്ടും അലൈൻഡ് ആണ്. ഇനി നമ്മൾ അടയ്ക്കുമ്പോൾ പ്രോപ്പർലി ഒരു ക്ലിക്ക് ശബ്ദവും കേൾക്കാം. അതിൻ്റെ അർത്ഥം കാട്രിഡ്ജ് പ്രോപ്പർലി ഇൻസേർട്ടായി കഴിഞ്ഞു. പവർ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ലെൻസ് പുറത്ത് വരും. അതിൻ്റെ അർത്ഥം ക്യാമറ ഓണായി. ഇനി ഇവിടെ നമ്മൾ വീട്ടിലായതുകൊണ്ട് ഇൻഡോറിൻ്റെ അവിടെയാണ് ലൈറ്റ് കത്തിയിരിക്കുന്നത്. ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യാം. ഫ്ലാഷ് അടിഞ്ഞു. ഇനി ഒരു ബ്ലാക്ക് ഫിൽം ഇജക്റ്റായി വരുന്നത് കാണാം. അത് ഫിൽമല്ല, കാട്രിഡ്ജിൻ്റെ കേസിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ഫിംഗറിൻ്റെ അടയാളമുള്ളത്, ആ പോർഷനാണത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ഒരെണ്ണം കാണും, ടെൻഷൻ അടിക്കേണ്ട. ഇനി ബാറ്ററി ഇത് ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ അവിടെ 10 എന്ന് കാണാം, അതായത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. മോഡ്സ് നമുക്ക് മാറ്റാം. ഔട്ട്ഡോർ, സണ്ണി, ക്ലൗഡി, അതനുസരിച്ച് ഡിഫറെൻറ്റ് മോഡ്സും ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ തിരിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡാഡി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോട്ടോ എടുക്കാം. ഓക്കെ, ആദ്യം പവർ ബട്ടൺ പ്രസ് ചെയ്യണം. ലെൻസ് പുറത്തോട്ട് വരും. ലൈറ്റ് വന്നു. ഓക്കെ, സെൽഫി എടുക്കാം നമുക്ക്. ഇനി നമ്മൾ എടുക്കാം. ഓക്കെ, ജസ്റ്റ് നല്ല എക്സൈറ്റ്. ഈ ഫോട്ടോ ഡെവലപ്പ് ആകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, ഓക്കെ, അപ്പോഴേക്ക് നമുക്ക് കേസിലേക്ക് പോകാം. ഓക്കെ, എക്സൈറ്റ് ഫ്രെയിമിംഗ് ആണ്. ഫേവറേറ്റ് കളറാ ഇത്. ക്യാമറ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു ബട്ടൺസ്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്യാമറ ഒക്കെ അതിനകത്ത്. ഓക്കെ, ഇപ്പോൾ പിടികിട്ടി എങ്ങനെയായിട്ടാണ്. ഈസി ആയിട്ട് ഇതിനകത്ത് ബാക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഷട്ടർ ബട്ടൺ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്യാനും പറ്റും. എല്ലാം ഇവിടെ തന്നെ. ഇപ്പോൾ ബാഗായിട്ട് ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ നേരത്തെ എടുത്ത ഫോട്ടോ ഡെവലപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുജി ഫിലിം ഇൻസ്റ്റാക്സ് മിനി 9 അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ബട്ടൺ. ഓക്കെ, ബൈ.